for the favors you have bestowed on me and my parents, and to do things good as they please you. ಅಂತ್ಯ ದಿನದವರೆಗೆ ಅಲ್ಲಾಹನೇ ಅದನ್ನು ಸಂರಕ್ಷಿಸುತ್ತಾನೆ ಎಂದು ಕುರಾನ್ ಹೇಳುತ್ತಾನೆ. ಇನ್ನಾ ನಹ್ನು ನzzalna الذಿಕ್ರ ವಇನ್ನಾ ಲಹು ಲಹಾಫಿಜೂನ್. ನಿಶ್ಚಯವಾಗಿಯೂ ಪವಿತ್ರ ಕುರಾನ್ ಅವತೀರ್ಣ ಮಾಡಿರುವವರು ನಾವಾಗಿದ್ದೇವೆ, ನಾವೇ ಅದನ್ನು ಸಂರಕ್ಷಿಸಲಿದ್ದೇವೆ ಎಂದು ಪವಿತ್ರ ಕುರಾನ್ನಲ್ಲಿ ಅಲ್ಲಾಹ್ ಉಲ್ಲೇಖಿಸುತ್ತಾರೆ. ಅದೇ ರೀತಿ ಇಸ್ಲಾಮಿನ ಎರಡನೇ ಆಧಾರ ಸ್ತಂಭವಾದ ಹದೀಸ್, ಈ ಹದೀಸಿನ ಕುರಿತು ನಾವು ತಿಳಿದಿರಬೇಕಾದ ಪ್ರಮುಖ ವಿಷಯವಿದೆ. ನಮ್ಮ ಮಕ್ಕಳು ಎಷ್ಟು ಉತ್ಸಾಹದಿಂದ ಕುರಾನ್ ಕಲಿಯುತ್ತಾರೋ ಅದೇ ರೀತಿಯ ಉತ್ಸಾಹದೊಂದಿಗೆ ಕಲಿಯಬೇಕಾದ ಒಂದು ವಿಷಯವಾಗಿದೆ ಹದೀಸ್. ಹದೀಸ್ ಎಂದರೆ ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮರ ಮಾತು, ಪ್ರವೃತ್ತಿ ಮತ್ತು ಅಂಗೀಕಾರವಾಗಿದೆ. ಇದರ ನಿಧಾನ, ಇದನ್ನು ಸುನ್ನತಿ ಎಂದು ಹೇಳುತ್ತಾರೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ಅದರ ನಿಧಾನ ಶಾಸ್ತ್ರವನ್ನು ಹದೀಸಿ ಎಂದು ಬಿಂಬಿಸಲಾಗುತ್ತದೆ. عن عبد الله رضي الله عنه قال رسول الله صلى الله عليه وسلم إن الصدق يهدي إلى البر وإن البر يهدي إلى الجنة وإن الرجل لا يصدق حتى يكتب عند الله صديقا وإن الكذب يهدي إلى الفجور وإن الفجور يهدي إلى النار وإن الرجل لا يكذب حتى يكتب عند الله كذابا. Abdullah bin Mas'ud radhiyallahu anhu reported that the Prophet sallallahu alaihi wasallam said, "School participated in various competitions. We feel extremely delighted to announce that 8 of our students have bagged prize. Now it's time to felicitate the winners. I will call out the names. The respective winner come and collect the prizes." ಪ್ರಕಾಶನ ಸುಳ್ಯ ಸಹಯೋಗದಲ್ಲಿ ಸ್ವಾತಂತ್ರ್ಯೋತ್ಸವ ಸಂಭ್ರಮದ ಅಂಗವಾಗಿ ನಡೆಸಿದ ದೇಶಭಕ್ತಿ ಗಾಯನ ಸ್ಪರ್ಧೆಯಲ್ಲಿ ನಮ್ಮ ಶಾಲೆಯ ಪ್ರಾಥಮಿಕ ಹಾಗೂ ಪ್ರೌಢಶಾಲೆಯ ವಿದ್ಯಾರ್ಥಿಗಳು ಭಾಗವಹಿಸಿ ಪ್ರಮಾಣ ಪತ್ರವನ್ನು ಪಡೆದುಕೊಂಡಿದ್ದಾರೆ. ನಾನು ಅವರ ಹೆಸರನ್ನು ಓದುತ್ತೇನೆ. ಅವರು ಮಕ್ಕಳು ಒಂದೊಂದಾಗಿ ಬಂದು ಅದನ್ನು ಸ್ವೀಕರಿಸಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ತೇನೆ. ನಮ್ಮ ಚೀಫ್ ಗೆಸ್ಟ್ ಹಸೀನರ್ ಸರ್ ವರದಿಗಾರರು, ಅವರು ಈ ಪ್ರಮಾಣ ಪತ್ರವನ್ನು ನೀಡಬೇಕಾಗಿ ಕೇಳಿಕೊಳ್ಳುತ್ತೇನೆ.
മുസ്ലിമായി ജീവിച്ച് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കുന്നവരുടെ കൂടെ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. പ്രിയമുള്ള രക്ഷിതാക്കൾ, നമ്മൾ ഇന്ന് ഈ ഒരു ഗ്യാതറിംഗിൽ ഇരിക്കുന്നത് നമ്മുടെ കുട്ടികളെ കുറിച്ച് അല്പസമയം സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളും ഇതുമായി നിങ്ങളുടെ കുട്ടി എങ്ങനെ ഡെവലപ്പ് ആകും എന്നതൊക്കെയാണ് ഇന്ന് ഇത്തിരി സമയം നിങ്ങളോട് ഞാൻ സംസാരിക്കേണ്ടത്. എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ കൈ ഉയർത്തണം, ചോദിക്കണം. റെഡിയല്ലേ? റെഡിയല്ലേ? ആ ഏറ്റവും പിറകിലുള്ള ഉമ്മമാര് ഒന്ന് ഫ്രണ്ടിലേക്ക് ഇരുന്നാൽ നന്നാവും. ആ ജെൻസ് ഒന്ന് ഒരു സൈഡിലേക്ക് മുന്നിലെ സീറ്റിലേക്ക് ഓക്യുപ്പൈ ചെയ്താൽ ലേഡീസിനെ കുറച്ച് മുന്നോട്ടിരിക്കാം. ആ മുന്നിലെ 2 സീറ്റിലേക്ക് ജെൻസിന് മാറിയിട്ടുണ്ടാവും. ആ ഉമ്മമാര് മുന്നോട്ടിരിക്കുക. ജെൻസ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് തന്നു. ഈ മുന്നിലെ സീറ്റിലേക്ക് ഉമ്മമാരിരിക്കാം. മനസ്സിലാകുന്ന കുട്ടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ കുട്ടികളെ താഴേക്ക് വിടുക. ഞാൻ എന്തെങ്കിലും പറയുന്നത് മനസ്സിലാകുന്ന കുട്ടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾ താഴേക്ക് വിടുക. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം കുട്ടി മനസ്സിലാക്കും. ഇന്ന് വീട്ടിൽ പോയിട്ട് കുട്ടി നിങ്ങളോട് പറയും, അയാൾ പറഞ്ഞത് കേട്ടല്ലോ, അടങ്ങി നിന്നോ എന്ന് പറയും. അതുകൊണ്ട് പാരന്റ്സിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ കുട്ടി കേട്ടാൽ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ കുട്ടികളുണ്ടെങ്കിൽ താഴേക്ക് വിടുക. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. ഞാൻ എന്താ നിങ്ങളോട് പറയേണ്ടത് എന്ന് നിങ്ങൾ എന്നോട് കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് തുടങ്ങാം. നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ശരി. കുട്ടികളെ വളർത്താൻ നമുക്ക് ആദ്യം ചെറിയൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. ചെറിയൊരു കാര്യം. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. സംശയമൊന്നുമില്ല. സംശയം ഉണ്ടാവും. ആർക്കെയും സംശയം ഉണ്ടാവും ഇല്ല? മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ? മനുഷ്യന്മാരുടെ പ്രത്യേകത എന്താ? കേട്ടെ, അള്ളാഹു ബുദ്ധി നൽകി, പിന്നെ സംസാരം നൽകി, പിന്നെ ഒക്കെ ഞാൻ സമ്മതിച്ചു, പിന്നെ ഇസ്സത്ത് നൽകി, ഫൈൻ, ഇതൊക്കെ മനുഷ്യന് മാത്രമുള്ളതാണ്. ലജ്ജ അല്ലേ? ലജ്ജയില്ലേ? ഒരു നാണക്കേട്. നിങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ടില്ലേ? അതിനാണ് ലജ്ജ ഉള്ളത്. മനുഷ്യന് മാത്രമുള്ളതാണ്. പിന്നെ നെക്സ്റ്റ്, ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രത്യേകതയാണ്. ഇതെല്ലാം മനുഷ്യന്റെ പ്രത്യേകത. ഞാൻ ഒന്നും എതിർക്കുന്നില്ല. പക്ഷെ ഇനി ഞാൻ പറയുന്ന പ്രത്യേകതയാണ് ഉമ്മ ഉപ്പ എന്ന നിലക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകത. നിങ്ങളുടെ ഉമ്മയാണ് ഉപ്പയാണ് അല്ലേ? ഇതൊക്കെ മനുഷ്യനുണ്ട്. ഫൈൻ, ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചില പ്രത്യേകതയുണ്ട്. അതെന്തൊക്കെയാണ്? ഞാൻ പറയട്ടെ. മനുഷ്യൻ എന്ന ജീവിയാണ് ഏറ്റവും കൂടുതൽ കാലം മക്കളെ പോറ്റുന്ന ജീവി. എന്താ പറഞ്ഞേ? മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ കാലം മക്കളെ പോറ്റുന്ന ജീവി. ശരിയാണോ തെറ്റാണോ? കോഴി എത്ര കാലം മക്കളെ പോറ്റും? കോഴി എത്ര കാലം മക്കളെ പോറ്റും? 5 മാസം. 5 മാസം ഒന്നും കോഴി മക്കളെ പറ്റില്ല. ചിക്കിപ്പെറുക്കി തിന്നാനായാൽ കോഴി ഇട്ടേക്ക് പോകും. പിന്നെ മക്കൾ വളരുക ആണോ? പശു എത്ര കാലം മക്കളെ പറ്റും? ആ SI ആ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒളിച്ചോടിക്കോ, പക്ഷെ നിങ്ങൾ വെയിറ്റ്, നിങ്ങളുടെ പാരന്റ്സിന് എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കുക. നിങ്ങൾ മാനം കെടുത്തല്ലേ? അങ്ങനെ പെണ്ണിന്റെ വാപ്പയും പെണ്ണിന്റെ ഉമ്മയും കൂടി സ്റ്റേഷനിൽ നിന്ന് SI പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം നടത്താം. ആ കുട്ടി നിങ്ങളുടെ മോള് ഒളിച്ചോടാൻ തീരുമാനിച്ചു. അവന്റെ കൂടെ പോകും, നാണക്കേടുണ്ടാകും. നാട്ടുകാരുടെ മുമ്പിലെങ്കിലും നിങ്ങളൊന്ന് നിൽക്കാൻ നടത്തി കൊടുക്കരുത്. മാനക്കേട് ഒഴിവാക്കുക. താഴെയുള്ള മക്കളെ ജീവിക്കരുത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിലേക്ക് ഓടി വരുന്നു ഈ ചെറുക്കന്റെ വാപ്പിന്. ഇതുപോലെ കണ്ണീരൊഴുകിയിട്ട് ആ ഉമ്മയും വാപ്പിയും പറഞ്ഞു, സാറേ ഞങ്ങളെ മോന് 22 വയസ്സേ ഉള്ളൂ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്,
കല്യാണം കഴിക്കാനായിട്ടില്ല. ഞങ്ങൾ 2 ആൺകുട്ടികൾ കല്യാണം കഴിക്കാനുണ്ട്. ഇവൻ 3ാമത്തതാ. ഞങ്ങൾ എന്താ സാറേ ചെയ്യാ? അപ്പോഴും എസ് ഐ പറഞ്ഞു, നിങ്ങൾ മാനക്കേട് ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ നീക്കാതെ നടത്തുക. ഇതിനെ വരും ഈ മകൻ ഈ ബാപ്പാക്കും ഉമ്മാക്കും ജീവിതകാലം മുഴുവൻ ഒരു ഭീഷണിയാണ്. അല്ലേ? ആണ്. ഞാൻ പറഞ്ഞത് പരലോകങ്ങൾ വഴി. അത് നമുക്ക് പിന്നെ പറയാം. ഈ ലോകത്ത് ജീവിക്കണ്ടേ, മരണം വരെ ഇവിടെ സമാധാനത്തിൽ ജീവിക്കണ്ടേ, പരലോകം ഇവിടെ കാണിക്കണ്ടേ? കച്ചവടം കൊടുക്കൂലല്ലോ. ഞാൻ പോകും. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് പോലെ ഫുള്ള് കച്ചവടം. സ്നേഹത്തോട് നിങ്ങൾ 5 മിനിറ്റ് സംസാരിച്ചോ? ഉണ്ടോ? ഇല്ല, ഉറപ്പായിട്ടും ഇല്ല. പക്ഷേ നിങ്ങൾ ഫോൺ എടുത്തോളൂ. നിങ്ങൾ നിങ്ങളുടെ ഉമ്മാക്ക് വിളിച്ചോ? ഇന്നലെ വിളിച്ചോ? എത്ര മിനിറ്റ്? 10 മിനിറ്റിൽ താഴെ ഉമ്മയുടെ സംസാരത്തിലാവുന്നില്ല. ഇല്ല, അതങ്ങനെ പോകും. അല്ലേ? എന്തോ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി ഉമ്മക്ക് വിളിച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞ് ഫോൺ പോകും. എന്താണ് ഭർത്താവിനെ വിളിച്ചത് ഉമ്മക്ക് വിളിച്ചത് തമ്മിലുള്ള വ്യത്യാസം? ഉമ്മ എപ്പോഴും സ്നേഹം എന്തെങ്കിലും പ്രകടിപ്പിക്കും. ഭർത്താവ് കിട്ടൂല, കിട്ടൂല. ഭർത്താവിന് ഫോൺ ചെയ്ത ഫോൺ എന്താ പറയാ? അതെ എന്താ വേണ്ട പച്ചക്കറി വാങ്ങണം. എന്തൊക്കെ വേണ്ട വാട്സപ്പിൽ അച്ഛനുണ്ടാക്കും. ഭർത്താവ് അച്ഛനൊക്കെ അതൊന്നും ചെയ്യും. അവഗണിച്ചാലോ? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം, നന്നായിട്ട് മക്കളെ ശ്രദ്ധിക്കണം. ആ കുട്ടിന്റെ കഴിവ് കൂടിയാണ്, കരുത്ത് കൂടിയാണ്. എന്നിട്ട് കൊടുക്കേണ്ട അപ്രീഷിയേഷൻ. അതുകൊണ്ടാണ് ഈ വേദിയിൽ അപ്രീഷിയേഷൻ. നല്ലത് പറയാനുള്ള ഒരവസരവും നിങ്ങൾ പാഴാക്കരുത്. ഒരു നല്ലത് പറയാൻ കിട്ടുന്ന ഒരവസരം നിങ്ങൾ പാഴാക്കരുത് കുട്ടിയോട്. അപ്പൊ കുട്ടിക്ക് സ്നേഹം ഫീൽ ചെയ്യും. അല്ലെ? ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 3ാമത്തെ സ്ട്രാറ്റജിയുടെ പേരാണ് സംസാരം. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർ സ്കൂൾ വിട്ട് കുട്ടി വന്നാൽ ആ കുട്ടിയെ കുളിപ്പിച്ച് ശുദ്ധിയാക്കി വൃത്തിയാക്കി ഇതൊക്കെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങളാണ്. ഇന്നത്തെ കാലത്ത് പാരന്റിങ്ങിന്റെ ഒരു പ്രശ്നം വെറും വിദ്യാഭ്യാസം മാർക്ക് വാങ്ങാൻ മാത്രം ശ്രദ്ധിക്കാൻ. Brain. So according to you, brain is more important, and I think heart is more important. What's your opinion? നല്ല മനസ്സുണ്ടാവുക is more important than നല്ല തലച്ചോറ് ഉണ്ടാവുക.